നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 5, 6 തീയതികളിൽ മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. മേടം രാശിക്കാർക്ക് മാത്രമല്ല, മേടം ലഗ്നക്കാർക്കും ഇതേ ഫലമാണ് വരുന്നത്. അപ്പോൾ ലഗ്നം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു ജ്യോതിഷനെ സമീപിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ മഹാദശ, അന്തർദശ ഇതുമൊക്കെ ഒരു ജ്യോതിഷനെ സമീപിച്ച് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ജ്യോതിഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അത് അല്പം ശാസ്ത്രീയമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് സംഭവിക്കണമെങ്കിൽ, അനുഭവവേദ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ദയവായി ഫോൺ വിളിക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ മേടൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമെന്ന് ഞാൻ പറഞ്ഞു. അതേസമയം മറ്റൊരു വീഡിയോ ഇട്ട് ഞാൻ കുംഭൻ രാശിക്കാർക്ക് അത്യധികം ദോഷാധിക്യം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ അറിയാൻ വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഹൈപ്പും ചെയ്യുക. പിന്നെ ഈ കൃത്യമായിട്ടുള്ള ടൈമിങ്, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 5 തീയതി വെളുപ്പിന് 4:19 AM മുതൽ ഫെബ്രുവരി 7 ഉച്ചയ്ക്ക് 1:21 PM വരെയാണ് ഈ അത്യധികം ഗുണാധിക്യമുള്ള സമയം മേടം രാശിക്കാർക്ക് വരുന്നത്. മേടം രാശിക്കാർക്ക് ഈ ദിവസങ്ങളിൽ 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഓക്കെ, ശനി മാത്രമാണ് ശനിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളുവിളക്ക് തുടങ്ങിയവ വഴിപാടുകൾ നടത്തുക. അപ്പോൾ ഇവർക്ക് നിരവധി നേട്ടങ്ങളാണ്. വ്യാഴം ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ്. ഇവർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാവാം. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ 10,000 രൂപയ്ക്ക് ലോട്ടറി ഒന്നും എടുത്തേക്കരുത്. മറിച്ച് ഒരു ലോട്ടറി എടുക്കുക. ഓക്കെ, അടിക്കുക, ആകെ അതടിക്കും. ചിലരൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞെന്ന് പറഞ്ഞ 6,000-ഉം 7,000 രൂപയ്ക്കൊക്കെ ലോട്ടറി എടുത്തിട്ട് അടിക്കാത്തതിന് എന്നെ ചീത്ത വിളിക്കും. അങ്ങനല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ രാശിഫലങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ അനുഭവത്തിൽ ഇതൊക്കെ വരണമെങ്കിൽ നിരവധി അനുഷ്ഠാനങ്ങൾ നമ്മൾ അനുഷ്ഠിച്ച് പോയിക്കൊണ്ടിരിക്കണം. അത് ഒരു ദിവസം ഇപ്പോൾ ഒരാൾ എന്നോട് കമൻ്റ് ഇട്ടിട്ട് പറഞ്ഞു, വാട്സാപ്പിൽ കമൻ്റ് ഇട്ടിട്ട് എൻ്റെ 2 ചീത്തയൊക്കെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, എന്നിട്ട് പോയി ലോട്ടറി എടുത്തു, 6,000 രൂപയ്ക്ക് ലോട്ടറി എടുത്തു, എന്നിട്ട് 1 രൂപ പോലും അടിച്ചില്ല. മനസ്സിലായില്ലേ? 6,000 രൂപയ്ക്കൊന്നും ലോട്ടറി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇതൊക്കെ അനുഭവത്തിൽ വരണമെങ്കിൽ നിരവധി കാര്യങ്ങൾ അനുഷ്ഠിക്കണം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നോക്കി, അന്തർദശയും മഹാദശയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ നോക്കി, ലഗ്നഫലം, ഇതിപ്പോൾ മേടം രാശിക്കാർക്ക് മാത്രമല്ല, മേടം ലഗ്നക്കാർക്കും ഇതേ അനുഭവമുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. ഇവർക്ക് ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഗുണഫലങ്ങൾ ഞാൻ പറയാം. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. പിന്നെ
നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പിതൃസ്വത്ത് ലഭിക്കാം. സൂര്യൻ ചൊവ്വയും അനുകൂലമാണ്. അപ്പോൾ അത് 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ നിൽക്കുന്നു. ഓക്കെ. അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം. തൊഴിൽപരമായിട്ടുള്ള വിജയം ഈ മകരമാസം മുഴുവനുണ്ട്. മകരം കുംഭം മാസങ്ങളിൽ ഇവർക്ക് അനുകൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, പിതൃഗുണം, സന്താന നേട്ടം, കൂടാതെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം, പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും, ശാരീരിക മാനസിക അസ്വസ്ഥതകൾ മാറിത്തുടങ്ങും, കൂടാതെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, അങ്ങനെ നിരവധി നേട്ടങ്ങളാണ് മേടം രാശിക്കാരെ കാത്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.